വളരെ മോശം പങ്കാളി, വളരെ മോശം. നിങ്ങളൊക്കെ കാരണം യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെടുന്ന പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു പോകും. റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ കാണിക്കുന്ന ഈ തോന്നിവാസം ഉണ്ടല്ലോ, ഈ തോന്നിവാസത്തിൽ യഥാർത്ഥത്തിൽ പെട്ടുപോകുന്നത് നിരപരാധികളായിട്ടുള്ള ഇത്തരത്തിലെ ഞരമ്പ് രോഗികളാൽ ബുദ്ധിമുട്ടിലായി പോകുന്ന നിരപരാധികളായിട്ടുള്ള സ്ത്രീകളാണ്. സംശയത്തിന്റെ മുൾമുനയിലേക്ക് അവരെയൊക്കെ കൊണ്ടുപോകുന്നത് നിങ്ങളെപ്പോലെ റീച്ചിന് വേണ്ടിയിട്ട് തോന്നിവാസം കാണിക്കുന്ന പെണ്ണുങ്ങൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് ഞാൻ തറപ്പിച്ച് പറയും. മോശമായി പോയി പെങ്ങളെ, വേണ്ടായിരുന്നു. ഇത് വളരെ മോശമായി പോയി. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ വൈറലായി. ആ വൈറലായ വീഡിയോ കണ്ടത് ഏകദേശം 58 ലക്ഷം ആളുകളാണ്. 58 ലക്ഷം ആളുകൾ കണ്ട വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്ളോഗറാണ്. അത്യാവശ്യം സ്വന്തം വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇടുകയും സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് വീഡിയോസുകളിലൊക്കെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയാൻ ശേഷിയും കഴിവുമുള്ള സ്ത്രീ. ഞാൻ പറയുന്ന കാര്യം കൃത്യമായി നോട്ട് ചെയ്യുക. സ്വന്തം അഭിപ്രായങ്ങളൊക്കെ സ്വന്തം സന്തോഷങ്ങളൊക്കെ അത് പറയുകയും പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുന്ന ഒരു പെണ്ണല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആ പെൺകുട്ടി ഒരു വീഡിയോ ഇടുന്നു. ആ വീഡിയോ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു മനുഷ്യൻ, അയാളെ വ്യക്തമായിട്ട് കാണുന്നില്ല, അയാളുടെ മുഖം അടക്കം ബ്ലറാണ്. കുറ്റവാളിയാണെങ്കിൽ അയാളുടെ മുഖം ബ്ലർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അയാളുടെ മുഖം പച്ചക്ക് കാണിക്കാം, കാരണം അയാൾ ചെറിയ കുട്ടികളോട് ഇത് ചെയ്യും. അപ്പൊ കുറ്റവാളി അല്ല എന്നുള്ള ഒരു തോന്നൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് ഉണ്ടായത് കൊണ്ടാണോ ബ്ലറാക്കിയത്, റീച്ചിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയുക. എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഇതേ അഭിപ്രായമാണോ നിങ്ങൾക്കുള്ളത് എന്നുള്ളത് പറയുക. കാരണം ഇപ്പോൾ ബസ്സിൽ ഒരു ട്രെൻഡാണ്. യഥാർത്ഥത്തിൽ ബസ്സിൽ ഇത്തരത്തിലുള്ള ഞരമ്പ് രോഗികളുണ്ട്. നമ്മളൊക്കെ കണ്ടതും കേട്ടതും കൊടുത്തതും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കേസിൽ കുറച്ച് സംശയങ്ങളുണ്ട്. അതായത് 100% അയാൾ നിരപരാധി എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്, ചിലപ്പോൾ അയാൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പെണ്ണ് അത് റീച്ചിന് വേണ്ടിയിട്ട്, മുതലെടുപ്പിന് വേണ്ടിയിട്ട് ആ വീഡിയോ വൈറലാക്കി എന്നുള്ളത് ഞാൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ആദ്യം ആ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കാണാം. ഇതാണ് ആ വീഡിയോ. ഇനി ഈ വീഡിയോ, ഇങ്ങനെ ഒരു സംഭവം ആ പെൺകുട്ടിക്ക് ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ, ഇതൊരു സത്യമാണെന്നിരിക്കട്ടെ. ഈ പെൺകുട്ടി ചെയ്ത പണി എന്താണെന്നറിയോ? ഈ വീഡിയോ നേരെ കൊണ്ടുപോയി പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കും. ശരി, ആ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. 5.8 മില്യൺ, അതായത് 58 ലക്ഷം ആളുകൾ ആ വീഡിയോ കണ്ടു. വൺ റീച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് അത് കയറി. കുറച്ച് കഴിയുമ്പോൾ പെൺകുട്ടി ആ വീഡിയോ വീണ്ടും റിപ്പീറ്റായിട്ടാണ്. ആ വീഡിയോ റിപ്പീറ്റായിട്ടിട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷിൽ, അത് ആ വീഡിയോയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കി കൊണ്ടുള്ളതാണ് ഇംഗ്ലീഷിലിട്ടിട്ടുള്ളത്. ഇതെന്തിനാണ് ചെയ്തതെന്ന് അറിയാം നമുക്ക്? ഇത് പാൻ ഇന്ത്യൻ റീച്ചിന് വേണ്ടിയിട്ടാണ്. അതായത് ഇന്ത്യയിലുള്ള മൊത്തം ആളുകളും ഈ വീഡിയോ കാണണം. ഈ വീഡിയോ ആദ്യത്തെ വീഡിയോ റീച്ച് ആയതല്ലേ, 58 ലക്ഷം ആൾക്കാർ കണ്ടതല്ലേ. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വൈഡ് ആംഗിളിലേക്ക് ഈ വീഡിയോ അങ്ങ് കയറിപ്പോവല്ലോ. ഒരേ ഇൻസിഡൻറ്റ് 2 പ്രാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാണ്. കാരണം ഒന്നിനും റീച്ച് കിട്ടിയതുകൊണ്ട് മറ്റൊന്നിനും റീച്ച് കിട്ടട്ടെ, ഒരു വൈഡ് ആംഗിളിലേക്ക് ഇത് പോട്ടെ, കുറച്ചു നോർത്ത് ഇന്ത്യനും അതുപോലെ തന്നെ കുറച്ച് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യട്ടെ എന്ന ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്തതെന്ന് മനസ്സിലാക്കുക. പെങ്ങളെ, അധികം ബുദ്ധിയൊന്നും വേണ്ട. ഈ ഒറ്റ കാര്യത്തിൽ ഇവിടെ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരേ വീഡിയോ 2 പ്രാവശ്യം പോസ്റ്റ് ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയിട്ടല്ല എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ആളുകളല്ല മലയാളികൾ എന്നുള്ളതാണ്. ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ട സ്ത്രീകളോടൊപ്പം ഞങ്ങൾ നിന്നിട്ടുണ്ട്.
സവാദിന്റെ കേസിൽ സവാദിനെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. സവാദിനെ രണ്ടാമത് കുടുക്കിയ വീഡിയോ ചെയ്തത് ഞാനാണ്. ആദ്യം ആ വീഡിയോ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് ഞാനാണ്. സവാദിനെതിരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച ആളിൽ പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഈ ഒരു കേസ് മോളെ, ഇത് നിന്റെ തട്ടിപ്പാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു ഇൻഫ്ലുവൻസർ അല്ലേ, അത്യാവശ്യം വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു പെണ്ണാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള വീഡിയോ സമൂഹത്തിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരു 100 വീഡിയോ ഞാൻ തരാം. പൊതുജനത്തിന് അറിയാം ബസ്സിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് പൊതുജനത്തിന് അറിയാം. അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഇട്ടത് എങ്കിൽ സത്യത്തിൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഈ പറയുന്ന ഇയാളുടെ മോന്ത കാണിച്ചത് ഇവനെ പോലെയുള്ള ആളുകളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇട്ടതെങ്കിൽ പിന്നെയെങ്കിലും വിശ്വസിക്കാമായിരുന്നു. നീ ഒരു ചെറിയ തടിക്ക് ഒരു സേഫ് സോൺ കളിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എങ്ങാനും കംപ്ലൈന്റ് കൊടുത്താൽ, ഇതിൽ അയാളുടെ മുഖം പോലും വ്യക്തമല്ല, അയാൾ എങ്ങാനും കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നുള്ള ഒരു പേടി കാരണം, ഇനി അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണോ എന്നുള്ള ഒരു സംശയവും ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടും നീ മനഃപൂർവ്വം അയാളുടെ മുഖം ബ്ലർ ചെയ്യും. നിങ്ങൾ ആ വീഡിയോ നോക്കൂ, മുഖം ബ്ലറാണ്. ഇനി പോട്ടെ, ഇനി ഇതൊക്കെ അങ്ങ് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാലും നീ ഇത് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ നിങ്ങൾക്കെതിരായിട്ടുള്ളത്. ഈ തോന്നിവാസം, ചിലപ്പോൾ ആ മനുഷ്യൻ നിരപരാധിയായിരിക്കാം, ചിലപ്പോൾ അയാൾ നിരപരാധിയായ മനുഷ്യനായിരിക്കാം. അയാൾ ചിലപ്പോൾ ഈ ഒരു തോട്ടിലെ ഇങ്ങനെ ഒരു ചിന്തയിൽ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ബ്ലറിൽ അയാളുടെ മുഖം ചെറുങ്ങനെ കാണുന്നുണ്ട്. അയാളുടെ കുടുംബം ഇത് കണ്ടിട്ട് എന്തായിട്ടുണ്ടാകും? ഇതൊക്കെ തോന്നിവാസമല്ല, ഇത് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് ജനങ്ങൾക്ക് മുന്നിൽ നിനക്കിങ്ങനെ സംഭവിച്ചു എന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നും ജനങ്ങൾക്കില്ല. കാരണം എത്രയോ വീഡിയോ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നീ അവിടെ വെച്ച് റിയാക്ട് ചെയ്യണമായിരുന്നു. കാരണം അതിനുള്ള ശേഷി നിനക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു റിയാക്ഷൻ അവിടുന്ന് ഓൺ ദ സ്പോട്ടിൽ, ചേട്ടാ നിങ്ങൾ എന്നെ ഇവിടെ തട്ടിക്കൊണ്ടുണ്ട്, ഞാൻ ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ ഒരു ചോദ്യം ചോദിക്കണ്ടേ? ഇതെന്താ എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ള ഒരു ചോദ്യമെങ്കിലും ചോദിക്കണ്ടേ? കാരണം നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ വ്യൂസ് ഉള്ള ഒരാളാണ്, അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്, സബ്സ്ക്രൈബേഴ്സ് അല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്, വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റിയാക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്താണെന്ന് 2 വീഡിയോ, ഒരു ഇൻസിഡന്റിന്റെ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ വലിയ മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് 2 പ്രാവശ്യം ഇട്ട് ഒരു പാൻ ഇന്ത്യൻ ഇന്റർനാഷണൽ റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് കാണുക. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഉദ്ദേശശുദ്ധി ശരിയല്ല എന്ന് തന്നെ കാണേണ്ടി വരും. അയാൾ എൻ്റെ വീഡിയോ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന വ്യക്തി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്ളോഗേഴ്സ് ഉണ്ടെങ്കിൽ ഇയാളെ കണ്ടിട്ട് ഒരു വീഡിയോ ഇടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണെന്ന് ബസ്സിൽ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി ചോദിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇയാളുടെ ഈ ഗ്യാപ്പിൽ ചില ഞരമ്പ് രോഗികളുണ്ട്, കാലങ്ങളായിട്ട് ബസ്സിൽ കയറിയിട്ട് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരെ ഇത്തരം പരിപാടികൾക്ക് വേണ്ടി, ഈ ഞരമ്പ് പരിപാടികൾക്ക് വേണ്ടിയിട്ട് പോകുന്ന കുറേ ഡാഷുകളുണ്ട്. അവന്മാരെ ന്യായീകരിക്കുന്നതല്ല, അവന്മാർക്ക് നല്ല അടിയും നല്ല രീതിയിലുള്ള പണിയും കിട്ടാതെ അതിൻ്റെ കുഴപ്പമാണ്. പക്ഷെ അവന്മാരെയൊക്കെ വെള്ളപൂശുന്നു. അവന്മാർക്കൊക്കെ ഈ ഒറ്റ വീഡിയോയുടെ പേരിൽ റീച്ച് ഉണ്ടാക്കാൻ ഞങ്ങളൊക്കെ നിരപരാധികളാണെന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കില്ല പെങ്ങളെ. ഇതൊക്കെ മോശമാണ്. നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് തന്നെ വെച്ചോ, നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കും. ഇങ്ങനെ ബസ്സിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ദേഹത്ത് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ഈ പെൺകുട്ടി ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് അവിടെ കുറേ സീറ്റുകൾ ഉണ്ടായിട്ടും ഇയാൾ കയറി ഇരുന്നതാണ് എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. പക്ഷെ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എന്തോ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ദുരുദ്ദേശം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാനും സാധ്യതയില്ല, പക്ഷെ എൻ്റെ തോന്നലാണ് പറയുന്നത്. എൻ്റെ നല്ല ആ വീഡിയോ കണ്ട സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ആളുകളുടെ തോന്നലാണ്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിന്നേനെ ഒരു വീഡിയോ 2 പ്രാവശ്യം ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കൊടുത്തിട്ട് ഇന്റർനാഷണൽ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ തെമ്മാടിത്തരത്തെ ഒന്നും അനുകൂലിക്കാൻ മലയാളികളായ ഞങ്ങളെ കിട്ടില്ല പെങ്ങളെ.
നിരപരാധികളായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവരോടൊക്കെ പറയാണ്, ഇതുപോലെയുള്ള കോപ്രായങ്ങളെയൊന്നും നിങ്ങൾ വേറെന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് ഏറ്റെടുത്ത് വരല്ലേ എന്നുള്ളത് അഭ്യർത്ഥിക്കുക.